ആദ്യത്തെ കഷ്ണം എൻ്റെ ഭാര്യയ്ക്കാട്ടോ. ലേഖ കട്ട സപ്പോർട്ടായിട്ട് എല്ലാത്തിനും എൻ്റെ കൂടെയുള്ള ആളാണ്. എന്ത് ചെയ്താലും എൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും. എന്ത് ചെയ്താലും പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്താലും കേട്ടോ. നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ വളരെ സന്തോഷകരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്തോഷകരം എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോഴും ടൈറ്റിൽ കണ്ടപ്പോഴൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. യെസ്, സജീസ് ഇന്നോവേഷൻസ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഞാൻ വളരെ ഹാപ്പി ആണ് ഇക്കാര്യത്തിൽ. ഇതിന് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീരെയും പ്രതീക്ഷിച്ചില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ഞാൻ ഈ ഒരു ലെവലിലേക്ക് വരുന്നു, എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു കാലം എത്തുന്നു ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഹാപ്പിനെസ് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെറിയൊരു ചെറിയൊരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വീട്ടുകാർ മാത്രം, ഞാൻ, വൈഫ്, 2 കുട്ടികൾ, പിന്നെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അളിയനും ഒക്കെ ആയിട്ട് ഒരു ചെറിയ പാർട്ടി, കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളേക്ക് ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം ഈ വീഡിയോയിലൂടെ. സോ അത് കാണുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ എൻ്റെ യൂട്യൂബിലെ ജേണിയെക്കുറിച്ച് പറയാനുണ്ട്. അത് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഓൾ കേരള സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. കുറേ ട്രാവൽ ചെയ്യുന്ന ഓൾ കേരള ട്രാവൽ ചെയ്യുന്ന ആളാണ്. എൻ്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ്, ഗാർഡനിങ്, പിന്നെ അത്യാവശ്യം ചെറിയ ട്രിപ്സ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറേ ഫ്രീ ടൈം ഉണ്ടായി. അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ചില ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ നിർദ്ദേശിച്ചു, നിനക്ക് എങ്ങനെയാണെങ്കിൽ കുക്കിങ്ങിൽ ഇത്രയും പാഷനുള്ളത് കാരണം ഒരു കുക്കിംഗ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തൂടെ. അതുവരെ ഞാൻ ചിന്തിക്കാതിരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വെറുതെ ചിരിക്കുക ചെയ്തത്, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ ടെക്നിക്കൽ സൈഡ്സ് ഒന്നും എനിക്കറിയില്ല, എന്താ ചെയ്യുക, അവിടെ എന്താണ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഈ ചാനലിൽ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് വളരെ 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 സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കുക്കിംഗ് ചാനലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുക്കിംഗ് വ്ളോഗ്സ് ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്, അറിയാമല്ലോ. നമുക്ക് കിച്ചണിൽ നമ്മുടെ വീട്ടിലെ സൗകര്യത്തിൽ ചെയ്യാൻ പറ്റും, ബാക്കി പുറത്തു പോയി ചെയ്യുന്നതിനേക്കാളും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തു. സോ വളരെ ഗ്രാജുവലായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സും വന്നു തുടങ്ങി. പക്ഷേ ഞാൻ അതിനുശേഷം ഗാർഡനിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ട് കൂടി. കുറേ നല്ല കമൻസും കുറേ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഒരു 6 മന്ത്സ് കൊണ്ട് ഞാൻ എന്താ പറയുക, മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്തു. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ 4,000 വാച്ചവേഴ്സും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. എൻ്റെ ചാനൽ മോണിറ്റൈസായി, അതായത് കാശ് കിട്ടാൻ ഞാൻ എലിജിബിളായി. അതിനുശേഷം ഇപ്പോൾ ഒരു 10 മന്ത്സ് ആവുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. 10 മന്ത്സ് ആകുമ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ക്രൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മന്ത്ലി ഒരു 1,000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ നല്ലൊരു ഭാഗവും എൻ്റെ ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഞാൻ ഗാർഡനിങ് വീഡിയോസ് പരമാവധി എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഈ ഉള്ള പരിമിതിയിൽ, ഈ ഒരു ലോക്ക്ഡൗൺ ടൈം അറിയാമല്ലോ, ഈ ഒരു പരിമിതികൾ വെച്ചിട്ട് ആവുന്നതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണുക. പ്ലസ് എനിക്കൊരു അപേക്ഷയുള്ളത് എൻ്റെ കുക്കിംഗ് വീഡിയോസും അതുപോലെ നിങ്ങൾ കാണണം എന്നതാണ്. സോ അതും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ലോക്ക്ഡൗണൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് ട്രാവൽ വ്ളോഗ്സ്, അതുപോലെ ഫുഡ് വ്ളോഗ്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നണേ ഇപ്പോൾ ഷോർട്സ് കുറച്ച് 3-4 ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 75 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ 75 വീഡിയോസിൽ ഒരു വീഡിയോ 1 lakh കഴിഞ്ഞു വ്യൂസ്, അടുത്തൊരു വീഡിയോ 1 lakhലേക്ക് അടുക്കുന്നു, അടുത്തൊരു വീഡിയോ 50,000 ക്രോസ് ചെയ്തു, അങ്ങനെ പിന്നെ 40,000, അങ്ങനെ കുറേ വീഡിയോസ് നന്നായിട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് അത് കാണുമ്പോൾ. അപ്പോൾ ഇതിൽ എല്ലാം തന്നെ ഗാർഡനിങ് വീഡിയോസാണ് കേട്ടോ. അങ്ങനെ ഒരു വ്യത്യാസം കൂടി ഉണ്ട്. പിന്നെ വേറൊന്നും എനിക്ക് പറയാനുള്ളത്, പലരും എന്നോട് ചോദിക്കാറുണ്ട് എത്ര ഇൻകം കിട്ടിയെന്ന്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഇൻകമൊന്നും എൻ്റെ കയ്യിൽ കിട്ടി തുടങ്ങിയിട്ട്, ഞാൻ എലിജിബിളാണ്. എൻ്റെ റവന്യൂ ചെക്ക് ചെയ്താൽ കുറേ കാശ് അതിനകത്തുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലേക്ക് കാശ് കിട്ടി തുടങ്ങിയിട്ടില്ല. കിട്ടിയാൽ അതും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. പക്ഷെ അതിൽ ഞാൻ ബോധേഡല്ല. കാരണം ഞാൻ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അതിൻ്റെ ആ ഒരു സൈഡ് എത്ര മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എന്ത് കിട്ടിയാലും അത് നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് കരുതുന്ന ആളാണ്. കാരണം നിങ്ങളില്ല എങ്കിൽ ഇതൊന്നും എനിക്ക് പോസിബിൾ അല്ല. പക്ഷേ ഇതിലും വളരെ വലിയ അച്ചീവ്മെൻ്റായിട്ട് കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് എനിക്ക്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം വളരെ അച്ചീവ്മെൻറ്റ്. കാരണം പലരും എന്നെ വിളിക്കാറുണ്ട്, നമ്പർ തപ്പി പിടിച്ചിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നൊക്കെ നമ്പർ എടുത്തിട്ട് കുറേ പേര് വിളിക്കാറുണ്ട്. വിളിച്ച് ഗാർഡനിങ് കുറച്ച് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. പിന്നെ വിളിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന 1-2 വിളികളുണ്ട്. ശരിക്കും പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നിന്ന് ലില്ലിക്കുട്ടി എന്നൊരു അമ്മയുണ്ട്. അമ്മയ്ക്ക് 83 വയസ്സുണ്ട്, 83 ഉണ്ട്. അമ്മ എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ സുഖം വിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്.
അമ്മ പറയുന്നത് മക്കളെ കൊണ്ടും കൊച്ചുമക്കളെ കൊണ്ടും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്കും ഗാർഡനിങ് വീഡിയോ ആണ് ഇഷ്ടം, പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും കാണാറുണ്ടെന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷം, എന്നെ സംബന്ധിച്ച് വളരെ അച്ചീവ്മെൻ്റ് ആണ്. ഇങ്ങനെ നമ്മളറിയാത്ത കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് അറിയുമ്പോൾ. പിന്നെ പറയാനുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം മുൻ മേയർ ചന്ദ്രിക മാഡം ഉണ്ട്. ചന്ദ്രിക മാഡം എന്നെ വിളിച്ചിട്ട് കുറേ ആശംസകളൊക്കെ പറഞ്ഞു, നന്നായിട്ടുണ്ട്, വീഡിയോസ് എല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞു. സോ ഇതൊക്കെ എനിക്ക് കിട്ടിയ വളരെ വലിയ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് ഞാനിപ്പോൾ കാണുന്നു. അപ്പോൾ ഇതൊക്കെയാണ് യൂട്യൂബ് ചാനൽ കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ. ഇനി ഇതൊന്നും കൂടാതെ തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ യൂട്യൂബ് വഴി. കാരണം പലരും എന്നെ വിളിക്കാറുണ്ട്, പല നിർദ്ദേശങ്ങൾ പറയാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഇവരൊന്നും ഞാൻ മറന്നിട്ടല്ല 1-2 പേരുടെ പേര് പറഞ്ഞത്, അത് വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. എൻ്റെ തെറ്റുകൾ തിരുത്തുന്ന കുറേ പേരുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ശേഷം എന്ന വാക്ക് പറയുമ്പോൾ ഞാൻ ശേഷം എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലും കണ്ട് എന്നെ അങ്ങനെയല്ല ഏട്ടാ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ബത്തേരിയിൽ നിന്ന് ജിതിൻ അത് തിരുത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് ഡോക്ടർ നോബിൻ, ഇവരൊക്കെ ഇത് തിരുത്താൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും എനിക്ക് വരുമെങ്കിൽ അത് പറയുമ്പോൾ ഞാൻ വീണ്ടും ഓർക്കും. അപ്പോൾ ഇവരൊക്കെ ഒരിക്കലും മറക്കാതെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഒരുപാട് നന്ദി വീണ്ടും പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഈ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചതിന്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെലിബ്രേഷൻസ് ഉണ്ട്, കേക്ക് കട്ടിങ് ഉണ്ട്, പിന്നെ ഒരു ഡിന്നർ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സന്തോഷം നിങ്ങളോടും കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. സോ നമുക്കിനി അവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റ്. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് കേക്ക് സ്പോൺസർ ചെയ്ത ഷാജു കാനഡ, പിന്നെ എനിക്ക് ഈ മുണ്ടും ഷർട്ടും ഗിഫ്റ്റായിട്ട് തന്ന അഖിലുണ്ട്, അഖിലിനെ ഓർക്കുന്നു. പിന്നെ ഔട്ട്ഡോർ വീഡിയോഗ്രാഫി ക്യാമറാമാനായിട്ട് എൻ്റെ കൂടെ വരുന്ന ഉദയ് ഉണ്ട്. ഉദയ്ക്ക് ഇപ്പോൾ എത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ അമ്മ 2-3 വീഡിയോസിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെയുള്ളത് ബാക്കിയെല്ലാം വൈഫിൻ്റെ കുടുംബമാണ്. അച്ഛൻ, അമ്മ, അളിയൻ ഇപ്പോൾ വീഡിയോ എടുക്കുകയാണ്, അളിയൻ്റെ വൈഫ്. എല്ലാവരും ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ കേക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ആദ്യത്തെ കഷ്ണം എൻ്റെ ഭാര്യയ്ക്കാട്ടോ. ലേഖ കട്ട സപ്പോർട്ടായിട്ട് എല്ലാത്തിനും എൻ്റെ കൂടെയുള്ള ആളാണ്. എന്ത് ചെയ്താലും എൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും. എന്ത് ചെയ്താലും പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്താലും കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ അതാണ് ഞാൻ പ്രത്യേകിച്ച് നേരത്തെ പറയാതിരുന്നത്. ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ സജീസ് ഇന്നോവേഷൻ്റെ സക്സസ് പുള്ളിക്കാരുടെയും കൂടെ കേട്ടോ. ഇതേ മൂത്ത മോൻ ആദിത്യ, അവൻ 12th കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ വീഡിയോഗ്രാഫറാണ്. ഇപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് തരുന്ന മോനാണ്. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ കുറച്ച് ഈസിയാണ്. ഇനി രണ്ടാമത്തെ മോൻ ഇതെവിടെ ഉണ്ട്, അദ്വൈത്. ഇവൻ 9th പഠിക്കുന്നത്. ഇവനും അത്യാവശ്യം വീഡിയോഗ്രാഫിയും എഡിറ്റിങ്ങും ഒക്കെ പഠിച്ചു വരുന്നുണ്ട്. ഇപ്പം വെറുതെ വീട്ടിലിരിക്കുന്ന കുറേ ടൈമുണ്ട് ഇവർക്കൊക്കെ. ഇനി നമ്മുടെ ബിച്ചുവിനെ എല്ലാവർക്കും അറിയാം. കുറേ വീഡിയോസിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുള്ള ആളാണ്. അളിയൻ്റെ മോനാണ്, ലേഖയുടെ ബ്രദറിൻ്റെ മോൻ. ബാർബി ബിച്ചുവിൻ്റെ ചേച്ചിയാണ്. ഇനി അമ്മയ്ക്കാണ്. അച്ഛനൊക്കെ തമാശ പറയുന്നുണ്ട്. യെസ്, അമ്മയുടെ മട്ടൻ കറി വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണണം കേട്ടോ എല്ലാവരും. അച്ഛൻ. ഇനി അശ്വതി ഉണ്ട്, അളിയൻ്റെ വൈഫാണ്. ഇനി അളിയനെ കൂടെ ഉണ്ട്, ഞാൻ കാണിക്കാം. അപ്പോൾ അളിയൻ ഇതുവരെ ക്യാമറയുടെ പിന്നിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് കഴിഞ്ഞു. സോ എല്ലാവർക്കും വളരെ താങ്ക് യു ഒരിക്കൽ കൂടി. അപ്പോൾ നിങ്ങളെല്ലാവരും കാരണമാണ് ഞങ്ങളിപ്പോൾ ഒരു ഇങ്ങനെ ഒരു അവസ്ഥ. ഇത് 10K കണ്ടോ, കേക്കിൽ 10K എന്നൊക്കെ അടിച്ചിട്ടുണ്ട്. SA വ്ളോഗ്സ് 10K സെലിബ്രേഷനാണ്. സോ നമുക്കിനി ഇവർക്ക് വേണ്ടി ഡിന്നർ എല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയത്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്ക് അവിടെ കാണാമെന്നും കൂടെ. അതിന് മുമ്പ് കിച്ചണിൽ നടന്ന കുറേ ടാസ്ക് ഉണ്ട്, അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് പോവാം. ഓക്കെ.
അപ്പോൾ ഞങ്ങളുടെ ഡിന്നർ ടൈമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എല്ലാം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, കേട്ടോ, മട്ടൻ കറി. ഇത് ചിക്കൻ സ്റ്റൂ ആണ്. ഇത് ഞാനൊരു സ്റ്റാർട്ടർ ഉണ്ടാക്കിയതാണ് ചെമ്മീൻ കൊണ്ട്. ഇത് മാത്രമാണ് പുതിയത്, ബാക്കിയെല്ലാം ഞാൻ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും വീഡിയോ ഞാൻ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണുക കേട്ടോ. ഇത് ഗോവൻ സ്റ്റൈൽ എന്താ പറയുക ചെമ്മീൻ ഫ്രൈ ആണ്. പിന്നെ ഇടിയപ്പം ഉണ്ട്. ഇനി ഫ്രൈഡ് റൈസും കൂടെ ഉണ്ട്. ഫ്രൈഡ് റൈസ്, യെസ്, ഫ്രൈഡ് റൈസും എത്തിയിട്ടുണ്ട്. സോ ഞാൻ കുറേശ്ശെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. മട്ടൻ കറി, നമ്മൾ എടുത്തടാം. അമ്മയ്ക്ക് മട്ടൻ വേണ്ടല്ലോ, ലേക്ക് അതുങ്ങ് നിന്നിട്ടേ. ഇത് ബാർബിക്യൂ, അവിടെ വിളമ്പി കൊടുത്ത ബാർബിക്യൂ. ചിക്കൻ സ്റ്റൂ, ബിച്ചു ചിക്കൻ സ്റ്റൂ. നീ സ്റ്റാർട്ടർ ആരും കഴിച്ചില്ലടാ, ഫിനിഷർ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ്. ഞങ്ങളുടെ ആഘോഷം വളരെ ചെറിയ ആഘോഷമാണ്, വീട്ടുകാർ മാത്രമുള്ള ആഘോഷമാണ്. അപ്പോൾ ഞങ്ങളുടെ 10,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ചെറിയൊരു എന്താ പറയുക സെലിബ്രേഷൻ, ഒരു കേക്ക് കട്ടിങ്ങും ഒരു ഡിന്നറും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഈ വീഡിയോയും എൻ്റെ വീട്ടുകാരെയും അല്ലെങ്കിൽ ബന്ധുക്കളെയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. സോ ഇഷ്ടമായെങ്കിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോരുത്തരോട് ഞാനും ആവശ്യപ്പെടുകയാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.